അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ ജനങ്ങൾ എതിരുകയാണ്. അങ്ങേയറ്റത്തെ എതിർപ്പാണ് ജനങ്ങൾക്ക്. ഈ ആനപ്പുറത്തിരിക്കുന്നവന് പട്ടി കടിക്കുമെന്ന ഭയമില്ലാത്ത പോലെയാണ്. ഈ വലിയ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ ചുറ്റുവട്ടത്തെ ജനങ്ങളുടെ ആക്രോശവും അവരുടെ വിഷമവും അവരുടെ വെറുപ്പും ഈ ആനപ്പുറത്തെ ഈ വലിയ ബസ്സിലിരിക്കുമ്പോൾ കാണില്ല, മനസ്സിലാവില്ല. ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടി കടിക്കില്ല എന്ന ബോധമുള്ളത് കൊണ്ട്, ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ എന്ന ധിക്കാരവും ധാർഷ്ട്യവും ഉള്ളതുകൊണ്ട് സമീപത്ത് നടക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല മനുഷ്യന്. എനിക്ക് അത്ഭുതം തോന്നുക, ഈ മനുഷ്യന് ഈ സ്തുതി പാഠകന്മാരുടെ നടുവിലായി പോയോ ഇദ്ദേഹം? രാഷ്ട്രീയമായ വലിയ പാരമ്പര്യമുള്ള ആളല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളല്ലേ. സ്തുതി പാഠകന്മാർ എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ശബ്ദം, ആ ശബ്ദമെല്ലാം നമ്മളെ പ്രകീർത്തിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന അല്പന്മാരാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ശബ്ദങ്ങൾ വരുന്ന സമയത്ത് അതെല്ലാം എന്നെ പ്രകീർത്തിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നത്. അങ്ങനത്തെ ഒരു അല്പത്തരത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയോ? എനിക്ക് അത്ഭുതമാണ്. ആർക്കും വേണ്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രസവിച്ച പിഞ്ചു കുഞ്ഞിനെ അടക്കം റോട്ടിൽ കൊണ്ടു നിർത്തി, പൊരിവര വെയിലത്ത് കൊണ്ട് നിർത്തി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുക. ശരി, ഞാനൊരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം. കുട്ടികൾ ഇങ്ങനെ വെയിലത്ത് നിൽക്കുമ്പോൾ ഒന്ന് ബസ് നിർത്ത്, ഒന്ന് ഇറങ്ങി വാ, ആ കുട്ടികളുടെ കവിളിലൊന്ന് തട്, ആ കുട്ടികളെ ഒന്ന് ചിരിക്ക്, നമുക്കൊരു രസമുണ്ട്. പാവപ്പെട്ട ആളുകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പാവപ്പെട്ട കുടുംബശ്രീ ആളുകൾ, പാവപ്പെട്ട പട്ടിണിക്കാർ, അവർ പരാതിയുമായി വരുമ്പോൾ ഒന്ന് ചെല്ല് അവരുടെ അടുത്തേക്ക്. എന്താണ് നിങ്ങളുടെ പരാതി എന്ന് ചോദിക്ക്, അവരുടെ പരാതി ഒന്ന് മേടിക്ക്, അവരുടെ പരാതി ഒന്ന് വായിക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെയല്ലേ ജനങ്ങളുമായി ബന്ധപ്പെടുന്നത്? ഇതാരാണ് ഈ ഉപദേശം പറഞ്ഞു കൊടുത്തത്? പ്രശാന്ത് കിഷോറാണ് ഇത് പറഞ്ഞത് എന്നാണ് ഞാൻ പൊതുവെ മനസ്സിലാക്കിയതും ഞാൻ കേട്ടതും. അപ്പോൾ ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാലോ, ഇന്ത്യയിലെ വലിയ എന്താ പറയുക, ഈ തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണെന്നാണ് പറയുന്നത്. ഇനി പ്രശാന്ത് കിഷോറാണോ അതോ അതിനേക്കാൾ വലിയ ഗോവിന്ദൻ കിഷോറാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നാട്ടിലെ ജനങ്ങൾക്ക് പുച്ഛമാണ് മിസ്റ്റർ അഡ്വക്കേറ്റ്. നിങ്ങൾ ഈ യാത്ര പോകുന്ന ആലുവയിൽ എത്തിയപ്പോൾ അവിടെ ഗ്യാസ് പാടില്ല, അവിടെ ഗ്യാസുകളെല്ലാം അടക്കണം, ചായക്കടകൾ അടക്കണം. ആലുവയിൽ നിന്ന് അത് കോട്ടയത്ത് എത്തിയപ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ട്, ഞാനതിൻ്റെ പേര് മറന്നു, ഒരു പക്ഷേ അനിലിന് അറിയെങ്കിൽ അത് പറഞ്ഞോളൂ, പേര് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ പറയാം. അദ്ദേഹം ചോറ് സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്ന് ചോറ് മേടിച്ച് ആ ചോറ് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന ചോറിങ്ങനെ കളക്ട് ചെയ്ത് എന്നും സാധാരണ ആളുകൾക്ക് വിശക്കുന്നവർക്ക് ചോറ് കൊടുക്കുന്ന ഒരാളാണ് കോട്ടയത്തുള്ള. അപ്പോൾ ആ ചോറ് കൊടുക്കാൻ പോയ ആൾ അബദ്ധത്തിലൊരു കറുത്ത ഷർട്ട് ഇട്ടു. 2 പോലീസുകാരാണ് കൊണ്ടുപോയത്. അത് ആദ്യം ഒരു കറുകച്ചാൽ പോലീസുകാർ വന്ന് തൂക്കിയെടുത്തിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ വേറൊരു പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ വന്ന് തൂക്കിയെടുത്തിട്ട് പോയി. ചോദിക്കുമ്പോൾ എന്താ, ഇയാൾ കറുത്ത ഷർട്ട് ഇട്ടു എന്നാ. ഒരു പാവപ്പെട്ട മനുഷ്യൻ കറുത്ത കൊടയും കൊണ്ടുവന്നു, അയാളെ പിടിച്ചോണ്ട് പോയി. അല്ല, ഞാൻ ചോദിക്കണം, ഇക്കണക്കിന് മറ്റേ ശബരിമല അയ്യപ്പന്മാർക്ക് ഇങ്ങനെ ചെങ്ങന്നൂർ ആലപ്പുഴയിൽ എത്തിയെന്നാ കേട്ടെ, ആലപ്പുഴ എന്തോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ശബരിമല അയ്യപ്പന്മാർ മുഴുവനും മറ്റേ മുണ്ടുരിഞ്ഞ് മാറേണ്ടി വരുമോ? ഇനി ശബരിമലയിലേക്ക് പോകുന്നവർ കേരളത്തിൽ നവകേരള സദസ്സ്, ഈ മനുഷ്യൻ്റെ ഈ വേഷം കെട്ട് സദസ്സ് ഉള്ളത് കൊണ്ട് കറുത്ത മുണ്ടുകൊടുക്കാൻ പാടില്ല എന്ന് വരുമോ? എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇനി അങ്ങോട്ട് തിരുവിതാംകൂറിലേക്ക് പോകുമ്പോൾ കറുത്ത മുണ്ടെടുക്കുന്നവരുടെ എണ്ണം കൂടും. ഇനി ഇയാൾ അയ്യപ്പന്മാരെ വഴി തടയോ? ഞാൻ ചോദിക്കുന്നത്, സാധാരണ മാർക്സിൻ്റെ ഒരു പ്രവചനമുണ്ട്, കാറൽ മാർക്സിൻ്റെ. ആ മാർക്സിൻ്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ, ഈ മുതലാളിത്തം എന്ന് പറയുന്നത് തകരാൻ വിപ്ലവമൊന്നും വേണ്ട, മുതലാളിത്തത്തിൻ്റെ ദുഷിപ്പ് കൊണ്ട്, അതിൻ്റെ ഭാരം കൊണ്ട്, മുതലാളിത്തത്തിൻ്റെ ദുഷിപ്പായിട്ടുള്ള ഭാരം കൊണ്ട് മുതലാളിത്തം സ്വയം തകരാനും സാധ്യതയുണ്ട് എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിലൊരു മുതലാളിത്ത കമ്മ്യൂണിസമാണല്ലോ കേരളത്തിലും ലോകത്തുമൊക്കെ ഇപ്പോൾ ഉള്ളത്. ഈ കേരളത്തിലെ ഈ പിണറായി ബൂർഷ തൻ്റെ സ്വയം ഭാരം കൊണ്ട്, ദുഷിപ്പിൻ്റെ ഭാരം കൊണ്ട് സ്വയം തകരുകാൻ അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാതൊരു സംശയവുമില്ല. ഇതേപോലത്തെ ഒരു മുഖ്യമന്ത്രി നാട് നീള ജനങ്ങളെ വല്ലാതെ ദുരിതത്തിലയച്ച്, ജനങ്ങൾക്ക് ജീവിക്കാൻ പൈസയില്ലാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ബ്രെഡ് നിർത്തി, പാവപ്പെട്ടവർ കൊടുക്കുന്ന ബ്രെഡ് നിർത്തി, റോട്ടിൽ ആളുകളില്ല, സാധനം മേടിക്കാൻ ആളുകളുടെ കയ്യിൽ പൈസയില്ല, ഒരു സാധനം കൊടുക്കാനും പൈസയില്ല, ഒരു സാധനം മേടിക്കാനും പൈസയില്ല. 1600 രൂപയാണ് ആകെ കൊടുക്കുന്നത് പെൻഷൻ. അതിനുവേണ്ടി ആളുകൾ തെണ്ടുക, റോട്ടിലിറങ്ങി തെണ്ടുക. ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ആനപ്പുറത്തിരുന്ന് പോവുക. താഴെയുള്ള ആളുകളൊക്കെ പട്ടികളാണെന്നുള്ള ധാരണയാണ്. ആ പട്ടികളൊന്നും കടിക്കില്ലല്ലോ.
അതുകൊണ്ട് വേട്ടപ്പട്ടികളോട് പറഞ്ഞു ഈ പട്ടികളുടെയൊക്കെ തല അടിച്ചു പൊളിച്ചോളാൻ. വേട്ടപ്പട്ടികൾ കയ്യിൽ കിട്ടുന്ന ചെടിച്ചട്ടിയും മരവടിയുമായിട്ട് അങ്ങനെ ആ താഴെ കഷ്ടപ്പെടുന്ന പട്ടികളെയൊക്കെ അടിക്കുക. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു കഷ്ടമാണ്. കുരയ്ക്കുമ്പോൾ ആരും സംസാരിക്കാൻ പാടില്ല, ആരും എതിര് പറയാൻ പാടില്ല, കരിങ്കൊടി ഉയർത്താൻ പാടില്ല, മിണ്ടാൻ പാടില്ല, കറുത്ത ഷർട്ടിടാൻ പാടില്ല, ഗ്യാസ് കത്തിക്കാൻ പാടില്ല, ഹോട്ടലുകൾ തുറന്നിടാൻ പാടില്ല. ഇതെന്ത് മനുഷ്യനാ? ഇതെന്തോന്ന് വേഷം കെട്ട? ഈ വേഷം കെട്ട സദസ്സിൽ ആർക്കാണെന്ന്, ഇതിനോട് താല്പര്യം ആർക്കാ?